പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ഇന്നേ ദിവസം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം പ്രാർത്ഥനാപൂർവം ധ്യാനത്തിനായി സമർപ്പിക്കുകയാണ്. നാം വായിക്കുന്നുണ്ട്, വസ്ത്രങ്ങൾ കീറിയല്ല, ഹൃദയങ്ങൾ കീറി നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരുവിൻ. പ്രിയമുള്ളവരെ, യോവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ദൈവജനം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. വെട്ടുക്കിളികളുടെ മഹാമാരിയും ക്ഷാമവുമൊക്കെ ദേശത്തെ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെയും വെറും പ്രകൃതി ദുരന്തങ്ങൾ മാത്രമായിരുന്നില്ല, ജനങ്ങളുടെ ആത്മീയ അവസ്ഥയുടെ വലിയ പ്രതിഫലനമായിരുന്നു. ദൈവം അവരെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല, തിരികെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാനായിട്ട് ഈ സാഹചര്യങ്ങളൊക്കെയും അനുവദിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറുവിൻ. പഴയ നിയമകാലത്ത് വലിയ പ്രതിസന്ധിയുടെ സമയത്ത്, വലിയ ദുഃഖത്തിൻ്റെ നടുവിലൊക്കെ വസ്ത്രം കീറുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. എന്നാൽ ദൈവം പറയുകയാണ്, പുറമേയുള്ള അടയാളങ്ങൾ മുഖാന്തരമല്ല, വസ്ത്രങ്ങൾ കീറിക്കൊണ്ടല്ല, നിന്റെ ഹൃദയത്തിന് ഒരു രൂപാന്തരം വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ അന്തസത്തയും ഹൃദയത്തിൻ്റെ രൂപാന്തരം തന്നെയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒന്നാമത്തെ ചിന്തയായി യഥാർത്ഥ പശ്ചാത്താപം പുറമെയല്ല, അത് ഹൃദയത്തിൻ്റെ രൂപാന്തരമാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പുറമെയുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളുമായി നാം ബന്ധിപ്പിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, നമ്മുടെ ആരാധനയുള്ള സംബന്ധം, ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം അന്വേഷിക്കുന്നത് നിന്റെ ഹൃദയം, നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് ഓർപ്പിക്കുന്നുണ്ട്, യഥാർത്ഥ ഉപവാസം വായിലല്ല ഹൃദയത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് നാം ഭക്ഷണം ഒഴിവാക്കുമ്പോൾ പാപത്തെ ഒഴിവാക്കാൻ സാധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിക്കാൻ സാധിക്കണം. ഉപവസിച്ചിട്ടും വിദ്വേഷം കൈവിടാത്ത പക്ഷം, പ്രാർത്ഥിച്ചിട്ടും സഹോദരങ്ങളോട് ക്ഷമിക്കാത്ത പക്ഷം നമ്മുടെ നോമ്പ് അർത്ഥശൂന്യമായി തീരുകയാണ്. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ കൃപയിലേക്കുള്ള യാത്രയാണ് നോമ്പ് എന്ന് പറയുന്നത്. വചനത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവിൻ. ഇതൊരു ശിക്ഷയുടെ വിളിയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ, കൃപയിലേക്കുള്ള ഒരു വിളിയാണ്. നാം എത്ര പാപിയായിരുന്നാലും, ദൈവത്തിൽ നിന്ന് നമ്മുടെ പാപങ്ങൾ മുഖാന്തരം നമ്മൾ എത്ര ദൂരത്തായിരുന്നാലും, അവൻ്റെ കൃപയിലേക്ക് തിരികെ വരാനായിട്ട് ഈ നോമ്പ് മുഖാന്തരമായി തീരണം. പാപി തിരിഞ്ഞു വരുമ്പോൾ അവനെ ശിക്ഷിക്കാനല്ല, മറിച്ച് മാറോടണയ്ക്കുന്ന ഒരു ദൈവത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെ കർത്താവ് തമ്പുരാൻ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് എത്ര അകന്നിരുന്നാലും ആ കൃപയിലേക്ക് തിരികെ വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായിട്ട്, നോമ്പ് വിശുദ്ധിയിലേക്കുള്ള ഒരു വളർച്ചയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പശ്ചാത്താപം വെറും ഒരു വൈകാരിക പ്രകടനമല്ല, അത് ജീവിതത്തിലുള്ളതായ മാറ്റമാണ്. ഹൃദയം കീറുക എന്നാൽ പഴയ ജീവിതത്തെ കീറിക്കളഞ്ഞ് പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലേക്കുള്ള ഒരു രൂപാന്തരം മാത്രമാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉപവാസം പങ്കിടലിലേക്ക് നമ്മളെ നയിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ കരുണയിലേക്ക് നമ്മളെ നയിക്കണം. നമ്മുടെ പശ്ചാത്താപം സ്നേഹത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കണം. വിശുദ്ധനായ മഹാനായ സെന്റ് ഗ്രിഗോറിയോസ് അദ്ദേഹം പറയുന്നുണ്ട്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ബലി അത് ഹൃദയത്തിൻ്റെ രൂപാന്തരമാണെന്ന്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കഴിഞ്ഞാലും നമ്മുടെ ജീവിതം മാറുന്നില്ലെങ്കിൽ നമ്മുടെ ഉപവാസവും നമ്മുടെ ഈ പുറമെയുള്ള ബാഹ്യമായ കട്ടിക്കൂട്ടലുകളുമൊക്കെ വെറുതെയായി തീരും. അതുകൊണ്ട് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്, നിന്റെ ഹൃദയത്തെ എനിക്ക് തരാമോ എന്നാണ്. നിന്റെ വസ്ത്രമല്ല എനിക്ക് വേണ്ടത്, നിന്റെ വസ്ത്രം കീറിക്കൊണ്ടല്ല, മറിച്ച് ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഈ നോമ്പിൽ സത്യസന്ധമായി പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഈ ദിവസത്തെ ചിന്ത മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.